ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിയാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കേക്കുകളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ് ബട്ടർ സ്കോച്ച് കേക്ക്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെക്കാം. ഞാനിപ്പോൾ 1 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്ന് അരിച്ചെടുക്കുകയാണ്, അതുകൊണ്ട് ഞാൻ അരിപ്പയിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡർ ഞാനിപ്പോൾ 1/2 ടീസ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയ്ക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇതൊരു 3 തവണയെങ്കിലും അരിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവത്തുള്ളൂ, നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റുമായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 3 തവണ അരിച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്കൊരു 3 മുട്ട ഉടച്ചൊഴിക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ബൗളിലൊന്നും തന്നെ ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാൻ 3 മുട്ട ബൗളിലേക്ക് ഉടച്ചൊഴിക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ എഗ്ഗ് ബീറ്റ് ചെയ്ത് വരുമ്പോൾ എഗ്ഗിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ബട്ടർ സ്കോച്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ബട്ടർ സ്കോച്ച് എസൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മുട്ടയൊക്കെ ഒന്ന് പതഞ്ഞ് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മുട്ടയൊക്കെ ഒന്ന് പതിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. അപ്പോൾ പൊടിഞ്ഞ് വന്നപ്പോൾ 1 കപ്പുണ്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പഞ്ചസാര പൊടിച്ചത് നമ്മൾ ഒന്നിച്ച് ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇത് നല്ല ക്രീമി ടെക്സ്ചറായി വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ബീറ്റായി നല്ല ക്രീമി ആയി വരുമ്പോൾ എഗ്ഗിൻ്റെ ആ ഒരു കളറും ഒക്കെ ഒന്ന് ചേഞ്ച് ആയി വരും. ഇപ്പോൾ ദാ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് ടൈം ബീറ്റ് ചെയ്യാൻ പാടില്ല. ഒരുപാട് ടൈം ബീറ്റ് ചെയ്താൽ ഈ മുട്ടയൊക്കെ നന്നായിട്ട് പൊങ്ങി വന്ന് അങ്ങ് താന്നു പോവും. ഇപ്പോൾ നമ്മൾ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. ഞാനിപ്പോൾ ആദ്യമേ ഒരു 2 സ്പൂണാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒരു സ്പാച്ചില കൊണ്ട് ഇതുപോലെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഒന്നിച്ച് ചേർത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട കെട്ടാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ടൊന്ന് പൊങ്ങി വരത്തില്ല, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആവത്തുമില്ല. ഇപ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൽ കട്ടയൊന്നും ഉണ്ടാവത്തില്ല, കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങിയും വരും. പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പീഡിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കരുത്, പതിയെ വേണം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ 2-3 തവണയായിട്ട് വേണം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മളിപ്പോൾ 2ാമത്തെ തവണയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ബാക്കിയിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് വീണ്ടും പാല് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വേണം ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ടുള്ള ബേക്കിംഗ് ടിന്നിൽ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ആദ്യമേ തന്നെ എടുത്ത് വെക്കണം. അപ്പോൾ ഞാൻ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് 2-3 തവണയൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കേക്ക് മിക്സ് റെഡിയാക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീഹീറ്റ് ചെയ്യാനും കൂടി വെക്കണം. അപ്പോൾ ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ പാത്രം കൂടി പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രത്തിലേക്ക് നമ്മുടെ ഈ കേക്ക് ടിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ആദ്യമത്തെ ഒരു 3 മിനിറ്റ് നമ്മൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും കേക്കിൻ്റെ നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇനി ഞാൻ ഇതിലേക്ക് വേണ്ട നട്ട്സൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ബദാമും ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഈ പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാനുള്ളതാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ക്യാരമലൈസ് ചെയ്തെടുക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ കരിഞ്ഞു പോവും, പിന്നെ അതിനൊരു ടേസ്റ്റും ഉണ്ടാവത്തില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് ക്യാരമലൈസ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്. ഇത് നന്നായിട്ടൊന്ന് ക്യാരമലൈസ് ആയി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ബട്ടറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആദ്യമേ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന ആ നട്ട്സൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു പ്ലേറ്റിൽ കുറച്ച് ഫോയിൽ പേപ്പർ ഒന്ന് നിരത്തിയിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ ഞാൻ കുറച്ച് ബട്ടറും കൂടി ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ മിക്സ് ഇതിലേക്കൊന്ന് വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇനി ഇതൊന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോയിൽ പേപ്പറിൽ ബട്ടറൊക്കെ തേച്ചിട്ട് ഇതിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കും ബേക്കായെന്നൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. കേക്ക് നമ്മൾ 30 മിനിറ്റ് കഴിയാതെ ഓപ്പൺ ചെയ്ത് നോക്കുകയോ ചെയ്യരുത്. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഞാനിതൊരു 35 മിനിറ്റ് ആയപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ സ്ക്യൂർ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ തണുത്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഫോയിൽ പേപ്പറിൽ വെച്ച് കഴിഞ്ഞാൽ ഡീപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഒടിച്ചെടുക്കാം. ഇതിങ്ങനെ ഒന്ന് ഒടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മിക്സിയിൽ നമ്മൾ പൊടിച്ചെടുക്കരുത്. ജസ്റ്റ് നമ്മളൊന്ന് കല്ലിലിട്ടിട്ട് കുത്തി പൊട്ടിച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് ഒരു ക്യാരമൽ സോസും കൂടെ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാരയൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റായി ക്യാരമലൈസായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്റ്റൗ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഫ്ലെയിം ഒട്ടും തന്നെ കൂട്ടി വെക്കരുത്. ഇപ്പോൾ ബട്ടറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഞാനിപ്പോൾ വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിന് പകരം നമുക്ക് ഫ്രഷ് ക്രീം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും കുറച്ചൊന്ന് കട്ടിയായിട്ട് വരും. അത് വീണ്ടും ഇതുപോലെ ലൂസായി വന്നോളും. ഇപ്പോൾ നമ്മുടെ ക്യാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഡിമോൾഡ് ചെയ്തെടുത്തു. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഡിമോൾഡ് ചെയ്തെടുക്കാവുള്ളൂ. ഇനി ഞാൻ ഇതിന് മുകളിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് മാറ്റുകയാണ്. ഇനി നമുക്ക് ഈ കേക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ കേക്കിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് പൊങ്ങി നിന്നത് ഞാൻ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 3 ലെയറുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തെടുത്തു. അത് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് സെക്കൻഡ് ലെയറും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ കേക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല സ്റ്റിഫായി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർസ്കോച്ച് എസൻസും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2-3 ഡ്രോപ്പ് ബട്ടർസ്കോച്ച് എസൻസും കൂടി ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ക്രീമൊക്കെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്ത് തുടങ്ങാം.
ടേൺ ടേബിളിൽ നമ്മൾ കേക്ക് ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കേക്ക് ബോർഡിൽ ആദ്യമേ കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ കേക്ക് വെച്ചിട്ട് അത് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഇതിന് മുകളിൽ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് വെള്ളത്തിലൊന്ന് അലിയിച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ കേക്ക് ഒന്ന് വെറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിന് മുകളിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് പതിയെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ച ക്യാരമൽ സോസും കൂടി ഇതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒന്ന് പതിയെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ക്യാരമൽ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പ്രളയനും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കരുത്, ജസ്റ്റ് കല്ലിട്ടിട്ടൊന്ന് കുത്തി പൊടിച്ചെടുക്കുകയേ ചെയ്യാവുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ഇതിന് മുകളിൽ വീണ്ടും നെക്സ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അത് നമ്മൾ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഒന്ന് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന് മുകളിൽ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ സോസ് ഇതിന് മുകളിലേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും കുറച്ച് പ്രളയനും കൂടി ഇതിന് മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടുത്ത ലെയർ ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ 3 ലെയർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ 3rd ലെയറും വെച്ച് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിൽ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയറിൽ ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ലെയറിൽ നമ്മൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിലേക്ക് കാരമൽ സോസ് ഒന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലെല്ലാം തന്നെ കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുത്ത് ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാൻ വെക്കണം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഫ്രിഡ്ജിൽ നിന്ന് ഇതൊന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുകളിലേക്ക് ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗ് കൊണ്ടാണ് ക്രീം ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ക്രീം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഐസിംഗ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കേക്ക് ഐസിങ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിരുന്ന കാരമൽ സോസ് ഇതിൻ്റെ സൈഡിൽ കൂടി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ഡ്രിപ്പ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ക്രീം കൊണ്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് ഫ്ലവർ പോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ സൈഡിലെല്ലാം ഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ക്യാരമൽ സോസ് ഇതിന് മുകളിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ക്യാരമൽ സോസൊക്കെ കേക്കിന് മുകളിൽ ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്രലൈൻ നമുക്ക് ഇതിന് മുകളിലൂടെ ഒന്ന് ഇടവിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിലൂടെയും പ്രലൈൻ വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് കാണാനും നല്ലൊരു ഭംഗിയായിരിക്കും, നല്ലൊരു റിച്ച് ലുക്ക് കിട്ടുകയും ചെയ്യും. ഇത് നമ്മൾ സൈഡിലൂടെ പതിയെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്, എല്ലാവർക്കും തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്